ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാവണാന്തക രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ. രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. സീതാസ്വയംവരം. വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ചപ്പോൾ വിശ്വനായകൻ തന്നോടിവണ്ണമരുൾ ചെയ്തൻ. ബാലകന്മാരെ പോകമിഥിലാപുരിക്കു നാം. കാലവും വൃഥാ കളഞ്ഞിടുകയരുതല്ലോ. യാഗവും മഹാദേവജാപവും കണ്ടു പിന്നെ വേഗമോടയോധ്യയും ബുക്കുദാതനെ കാണാം. ഇത്തരമരുൾ ചെയ്തു ഗംഗയും കടന്നവർ സത്വരം ചെന്നു മിഥിലാപുരമകം ബുക്കു. മുനിനായകനായ കൗശികൻ വിശ്വാമിത്രൻ മുനിവാടം പ്രാപിച്ചിതെന്നതു കേട്ട നേരം മനസ്സി നിറഞ്ഞൊരു പരമാനന്ദത്തോടും ജനകമഹീപതി സംഭ്രമസമന്വിതം പൂജാസാധനങ്ങളുമെടുത്തു ഭക്തിയോടും ആചാര്യനോടും ഋഷിപാഠം പ്രാപിച്ച നേരം ആമോദപൂർവം പൂജിച്ചാചാരം പൂണ്ടു നിന്ന രാമലക്ഷ്മണന്മാരെ കാണായി നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വര നന്ദനന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും. കന്ദർപ്പൻ കണ്ട വന്ദിച്ചേടിന ജഗദേക സുന്ദരന്മാരിവരാരെന്നു കേൾപ്പിക്കേണം. നരനാരായണന്മാരാകിയ മൂർത്തികളോ നര വീരാകാരം കൈക്കൊണ്ടു കാണായിപ്പോൾ. വിശ്വാമിത്രനും അതു കേട്ടരുൾ ചെയ്തിടിനാൾ. വിശ്വസിച്ചാലും മമ വാക്യം നീ നരപതേ. വീരനാം ദശരഥൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ, ലക്ഷ്മണൻ മൂന്നാമവൻ. എന്നുടയാകം രക്ഷിച്ചിടുവാൻ ഇവരെ ഞാൻ ചെന്നു കൂട്ടിക്കൊണ്ടുപോന്നീടിനേനിതുകാലം. കാടകം ബുക്ക നേരം വന്നൊരു നിശാചരി തടക തന്നെ ഒരു ബാണം കൊണ്ടെയ്തു കൊന്നാൻ. പേടിയും തീർന്നു സിദ്ധാശ്രമവും ബുക്കുയാഗമാടൽ കൂടാതെ രക്ഷിച്ചിടിനാൻ വഴി പോലെ. ശ്രീപാദാംബുജ രജസ്പൃഷ്ടി കൊണ്ടഹല്യതൻ പാപവും നശിപ്പിച്ചു പാവനയാക്കിയിടിനൻ. പാരമേശ്വരമായ ചാപത്തെ കാൺമാനുള്ളിൽ പരമാഗ്രഹമുണ്ടു നീയതു കാട്ടിയിടേണം. ഇത്തരം വിശ്വാമിത്രൻ തന്നെ വാക്യം കേട്ടു സത്വരം ജനകനും പൂജിച്ചു വഴി പോലെ. സൽക്കാരയോഗ്യന്മാരാം രാജപുത്രന്മാരെ കണ്ടുൾക്കുരുന്നെങ്കിൽ പ്രീതി വർദ്ധിച്ചു. ജനകനും തന്നെ സജീവനെ വിളിച്ചു
നിയോഗിച്ചു ചെന്നു നീ വരുത്തേണം ഈശ്വരനുടെ ശാപം എന്നതു കേട്ടു മന്ത്രി പ്രവരൻ നടകൊണ്ടാനന്നേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ രാജീവലോചനൻ സുന്ദരൻ ദാശരഥിവില്ലു കുലച്ചുടൻ വലിച്ചു മുറിച്ചേടിൽ വല്ലഭനിവൻ മമ നന്ദനയ്ക്കെന്നു നൂനും എല്ലാം ഈശ്വരനെന്നീ ചൊല്ലാപതെനിക്കിപ്പോൾ വില്ലിഹ വരുത്തിടുകെന്നരുൾ ചെയ്തു മുനി കിങ്കരന്മാരെ നിയോഗിച്ചിതു മന്ത്രീന്ദ്രനും ഹുങ്കാരത്തോടെ വന്നു ചാപവാഹകന്മാരും സത്വരമയ്യായിരം കിങ്കരന്മാരും കൂടി മൃത്യുശാസന ജാപമെടുത്തു കൊണ്ടുവന്നാൽ ഖണ്ഡാസഹസ്രമണി വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ത്രയ്യംബകമെന്നു മന്ത്രീന്ദ്രനും ചന്ദ്രശേഖരനുടെ പള്ളിവിൽ കണ്ടു രാമചന്ദ്രനും ആനന്ദം ഉൾക്കൊണ്ടു വന്ദിച്ചിടിനാൻ വില്ലെടുക്കാമോ കുലച്ചിടാമോ വലിക്കാമോ ചൊല്ലുകെന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രൻ എല്ലാമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണമിതുമൂലം വന്നുകൂടിയിടുമല്ലോ മന്ദഹാസവും പൂണ്ടു രാഘവനതു കേട്ടു മന്ദമന്ദം പോയി ചെന്നു നിന്നു കണ്ടിതു ചാപം ജ്വലിച്ച തേജസ്സോടുമെടുത്തു വേഗത്തോടെ കുലച്ചു വലിച്ചുടൽ മുറിച്ചു ചിതശ്രമം നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നു മാറ്റൊലി കൊണ്ടോ വിസ്മയപ്പെട്ടു ജനം പാട്ടുമാട്ടവും കൂത്തും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവനെ സേവിക്കയും അപ്സര സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുടെ വിവാഹോത്സവാരംഭാഘോഷം കണ്ടു കൗതുകം പൂണ്ടാർ ജനകൻ ജഗൽ സ്വാമിയാകിയ ഭഗവാനെ ജന സംസതി ഗാഠാശ്ലേഷവും ചെയ്താനല്ലോ ഇടിവെട്ടിയിടും വണ്ണും വിൽ മുറിഞ്ഞൊച്ച കേട്ടു നടുങ്ങി രാജാക്കന്മാരുരകങ്ങളെ പോലെ മൈഥിലി മയിൽ പേട പോലെ സന്തോഷം പൂണ്ടാൾ കൗതുകമുണ്ടായി വന്നു ചേതസി കൗശികനു മൈഥിലി തന്നെ പരിചാരകമാരും നിജമാതാക്കന്മാരും കൂടി നന്നായി ചമയിച്ച സ്വർണവർണ്ണത്തെ പൂണ്ട മൈഥിലി മനോഹരി സ്വർണഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാദരൽ മന്ദം മന്ദമർണോജനേത്രൻ മുമ്പിൽ സത്രപം വിനീതയായി വന്നുടൻ നേത്രോൽപലമാലയുമിട്ടാൾ മുന്നേ പിന്നാലെ വരണാർത്ഥമാലയുമിട്ടിടിനൾ മാലയും ധരിച്ചു നീലോൽപല കാന്തി തേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിന ഭൂമി നന്ദനക്കനുരൂപനായി ശോഭിച്ചിടും ഭൂമി പാലക ബാലൻ തന്നെ കണ്ടവർകളും ആനന്ദാംബുധി തന്നിൽ വീണുടൻ മുഴുകിനാർ മാനവവീരൻ വാഴ്കന്നാശയും ചൊല്ലിടിനാർ അന്നേരം വിശ്വാമിത്രൻ തന്നോടു ജനകനു വന്നിച്ചു ചൊന്നാനിക്കാലത്തെ കളയാതെ പത്രവും കൊടുത്തയച്ചിടണം ദൂതന്മാരെ സത്വരം ദശരഥ ഭൂപനെ വരുത്തുവാൻ
വിശ്വാമിത്രനും മിഥിലാധിപൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്കുവരും വണ്ണം നിശേഷ വൃത്താന്തങ്ങൾ ഒഴിയെഴുതി അയച്ചിതു. വിശ്രമത്തോടു നടകൊണ്ടിതു ദൂതന്മാരും. സാകേതപുരി ബുക്കു ഭൂപാലൻ തന്നെ കണ്ടു ലോകൈകാധിപൻ കയ്യിൽ കൊടുത്തു പത്രമതും. സന്ദേശം കണ്ടു ഭക്തിചന്ദനൻ താനുമിനി സന്ദേഹമില്ല പുറപ്പെടുകെന്നുര ചെയ്തു. അഗ്നിമാനുപാധ്യായനാകിയ വസിഷ്ഠനും പത്നിയമരുന്ധതി താനുമായി പുറപ്പെട്ടു. കൗതുകം പൂണ്ടു ചതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരത ശത്രുഘ്നന്മാരാകിയ പുത്രന്മാരും പരമോത്സവയോഗ്യവാദ്യഘോഷങ്ങളോടും മിഥിലാപുരമകം പൊക്കിതു ദശരഥൻ. മിഥിലാധിപൻ താനും ചെന്നെതിരേറ്റുകൊണ്ട് വന്ദിച്ചു ശതാനന്ദൻ തന്നോടും കൂടെ ചെന്നു. വന്ദ്യനാം വസിഷ്ഠനെ തദനു പത്നിയെയും അർഘ്യപാദ്യാദികളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിതു യഥായോഗ്യമുർവീന്ദ്രൻ താനും. രാമലക്ഷ്മണന്മാരും വന്ദിച്ചു പിതാവിനെ സാമോദം വസിഷ്ഠരാമാചാര്യ പാദാബ്ജവും തൊഴുതു മാതൃജനങ്ങളെയും യഥാക്രമം തൊഴുതു. ശ്രീരാമപാദാംഭോജമനുജന്മാർ തൊഴുതു ഭരതനെ ലക്ഷ്മണകുമാരനും തൊഴുതു ശത്രുഘ്നനും ലക്ഷ്മണപാദാംഭോജം വക്ഷസി ചേർത്തു. താതൻ രാമനെ പുണർന്നിട്ടു ലക്ഷ്മണനെയും ഗാഠാശ്ലേഷവും ചെയ്തിടിനാൻ. ജനകൻ ദശരഥൻ തന്നുടെ കൈയും പിടിച്ചനുമോദത്തോടുര ചെയ്തിതു മധുരമായി. 4 കന്യകമാരുണ്ടെനിക്കു കൊടുപ്പാനായി 4 പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ ദാനം. ആകയാൽ 4 കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതുമേ മടിക്കേണ്ട വസിഷ്ഠൻ താനും. ശതാനന്ദനും കൗശികനും വിധിച്ചു മുഹൂർത്തവും 4 യഥാക്രമം. ചിത്രമായിരിപ്പോരു മണ്ഡപമതും തീർത്തു. രത്നമണ്ഡിത സ്തംഭതോരണങ്ങളും നാട്ടെ രത്നാകമണ്ഡിത സ്വർണപീഠവും വെച്ചു ഭക്ത്യാ ശ്രീരാമ പാദാംഭോജം കഴുകിച്ചനന്തരം പേരി ദുന്ദുഭി മുഖ്യവാദ്യഘോഷങ്ങളോടും ഹോമവും കഴിച്ചു തൻ പുത്രിയാം വൈദേഹിയെ രാമനു നൽകിടിനാൻ ജനകമഹീന്ദ്രനും. തൽപാദതീർത്ഥം നിജശിരസി ധരിച്ചുടൻ ഉൾപ്പുളകാംഗത്തോടെ നിന്നിതു ജനകനും. യാതൊരു പാദതീർത്ഥം ശിരസി ധരിക്കുന്നു ഭൂദേശവിധി മുനീന്ദ്രാദികൾ ഭക്തിയോടെ. ഉർമിള തന്നെ വെട്ടു ലക്ഷ്മണകുമാരനും കാമ്യങ്കിമാരം ശ്രുതകീർത്തിയും മാണ്ഡവയും ഭരത ശത്രുഘ്നന്മാർ തമ്മുടെ പത്നിമാരായി പരമാനന്ദം പൂണ്ടു വസിച്ചാരെല്ലാവരും. കുശികാത്മജനോടും വസിഷ്ഠനോടും കൂടി വിശദസ്മിതപൂർവം പറഞ്ഞു ജനകനും. മുന്നം നാരദൻ അരുൾ ചെയ്തു കേട്ടിരിപ്പൂ ഞാൻ എന്നുടെ മകളായ സീതാ വൃത്താന്തമെല്ലാം. യാഗഭൂദേശം വിശുദ്ധ്യാർത്ഥമായുഴുതപ്പോൾ ഏകദാ സീതാ മധ്യേ കാണായി കന്യാരത്നം. ജാതയായൊരു ദിവ്യകന്യകതനിക്കു ഞാൻ സീത എന്നൊരു നാമം
വിളിച്ചേനതു മൂലം പുത്രിയായി വളർത്തു. ഞാനിരിക്കും കാലത്തിങ്കൽ അത്ര നാരദനെഴുന്നള്ളിനാൻ ഒരു ദിനോ എന്നോടു മഹാമുനിതാനരുൾ ചെയ്താനപ്പോൾ നിന്നുടെ മകളായ സീതാവൃത്താന്തം കേൾ നീ. പരമാനന്ദമൂർത്തി ഭഗവാൻ നാരായണൻ പരമാത്മാവാമജൻ ഭക്തവത്സലൻ നാഥൻ ദേവകാര്യാർത്ഥം പങ്ക്തികണ്ഠ നിഗ്രഹത്തിനായി ദേവേന്ദ്രവിരിഞ്ചരുദ്രാദികളർത്ഥിക്കയാൽ ഭൂമിയിൽ സൂര്യാന്വയെ വന്നവരവതരിച്ചിതു രാമനായി മായാമർദ്യ വേഷം പൂണ്ടറിഞ്ഞാലും യോഗേശൻ മനുഷ്യനായിടുമ്പോൾ ഇതുകാലം യുഗമായ ദേവിയും മനുഷ്യവേഷത്തോടെ ജാതയായതു തവ വേസ്മൈതൽക്കാരണൽ സാദരം ശ്രീരാമനു കൊടുക്ക മടിയാതെ. ഇത്തരം നാരദൻ അരുളി ചെയ്തു മറഞ്ഞിതു പുത്രിയായി വളർത്തിതു ഭക്തി കൈക്കൊണ്ടു ഞാനും സീതയെ. ശ്രീരാഘവൻ എങ്ങനെ കൊടുക്കാവോ ചേതസ് നിരൂപിച്ചാൽ എങ്ങനെ അറിയുന്നു എന്നതോർത്തിരിക്കുമ്പോൾ ഒന്നു മാനസേ തോന്നി. പന്നക വിഭൂഷണൻ തന്നനുഗ്രഹ ശക്തിയാ മൃത്യുശാസന ശാപം മുറിച്ചിടുന്ന പുമാൻ ഭർത്താവാകുന്നതു മൽപുത്രിക്കെന്നൊരു പണം ചിത്തത്തിൽ നിരൂപിച്ചു വരുത്തി നൃപന്മാരെ. ശക്തിയിൽ ഇതിനൊന്നു വൃദ്ധി ബാലകന്മാരും ഉദ്ധത ഭാവമെല്ലാം അകലെ കളഞ്ഞുടൽ ബുദ്ധിയും കെട്ടുപോയങ്ങടങ്ങിക്കൊണ്ടാരല്ലോ. അത്ഭുത പുരുഷനാനുൽപ്പല നേത്രൻ തന്നെ ത്വൽപ്രസാദത്താൽ എന്നു സിദ്ധിച്ചേൻ ഭാഗ്യവശാൽ. ദർപ്പക സമാനമായ പുരുഷനെ നോക്കി പിൽപ്പാടു തെളിഞ്ഞുര ചെയ്തു ജനകനും. ആദ്യമേ സഫലമായി വന്നു മനുഷ്യജന്മം ഖദ്യോദായുധ സഹസ്രോദ്യത രൂപത്തോടും ഖദ്യോദാന്വയെ പിറന്നോരു നിന്തിരുവടി വിദ്യുൽ സംയുതമായ ജീമൂതമെന്ന പോലെ ശക്തിയാം ദേവിയോടും യുക്തനായി കാൺക മൂലം ഭക്തവത്സല മമ സിദ്ധിച്ചു മനോരഥം. രക്തപങ്കജ ചരണാഗ്രേ സന്തതം മമ ഭക്തി സംഭവിക്കേണം മുക്തിയും ലഭിക്കേണം. ത്വൽപാദാംബുജകളിതാംബു ബിന്ദുക്കൾ ധരിച്ചുൽപ്പലോത്ഭവൻ ജഗത്തൊക്കവേ സൃഷ്ടിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബു ധാരണം കൊണ്ടു സർപ്പഭൂഷണൽ ജഗത്തൊക്കെ സംഹരിക്കുന്നു. ത്വൽപാദാംബുജകളിതാംബു ധാരണം കൊണ്ടു തൽപുമാൻ മഹാബലി സിദ്ധിച്ചാനൈന്ദ്രം പദം. ത്വൽപാദാംബുജരജസ്പൃഷ്ടി കൊണ്ടകന്നെയും കിൽബഷത്തോടു വേർപെട്ടു നിർമ്മലയായ നിന്തിരുപടിയുടെ നാമകീർത്തനം കൊണ്ടു ബന്ധുവാകുന്നു മോക്ഷത്തെയും പ്രാപിക്കുന്നു. സന്തതം യോഗസ്ഥന്മാരാകിയ മുനീന്ദ്രന്മാർ ചിന്തിക്കായി വരേണമേ പാദപങ്കജദ്വയം. ഇത്തമോരോന്നേ ചൊല്ലി സ്തുതിച്ചു ജനകനും ഭക്തി കൈക്കൊണ്ടു കൊടുത്തേടിനാൻ മഹാധനം. കരികളറുന്നൂറും 10,000 തേരും തുരകങ്ങളെയും നൽകിയിടിനാൻ 100,000 പത്തിയും 1,00,000 300 ദാസികളും
വസ്ത്രങ്ങൾ ദിവ്യങ്ങളായുള്ളതും ബഹുവിധം, മുത്തുമാലകൾ ദിവ്യരത്നങ്ങൾ പലതരം, പ്രത്യേകം 100 കോടി കാഞ്ചനഭാരങ്ങളും സീതാദേവിക്കു കൊടുത്തിടിനാൻ. ജനകനും പ്രീതി കൈക്കൊണ്ടു പരിഗ്രഹിച്ചു രാഘവനും. വിധിനന്ദന പ്രമുഖന്മാരാം മുനികളെ വിധിപൂർവകം ഭക്ത്യാ പൂജിച്ചു വണങ്ങിനാൻ. സമ്മാനിച്ചിതു സുമന്ത്രാദി മന്ത്രികളെയും സമ്മോദം കൊണ്ടു ദശരഥനും പുറപ്പെട്ടു. കൽമഷമകന്നൊരു ജനക നൃപേന്ദ്രനും തൻ മകളായ സീത തന്നെയും ആശ്ലേഷിച്ചു. നിർമ്മലഗാത്രിയായ പുത്രിക്കു പതിവ്രതാധർമ്മങ്ങളെല്ലാം ഉപദേശിച്ചു. വഴിപോലെ ചിന്മയനായ രാഘവൻ നിജധർമ്മതാരങ്ങളോടും കൂടവേ പുറപ്പെട്ടു. മൃദംഗാനകഭേരിതുര്യഘോഷങ്ങളോടും മൃദുനാദങ്ങൾ തേടും വീണയും കുഴലുകൾ ശൃംഗകാഹളങ്ങളും മദ്ദളമിടയ്ക്കകൾ ശൃംഗാരരസപരിപൂർണ വേഷങ്ങളോടും ആനതേർ കുതിരകാലായ പടയോടും ആനന്ദമോടും പിതൃമാതൃഭ്രാതാക്കളോടും കൗശിക വസിഷ്ഠാദിതാപസേന്ദ്രന്മാരായ ദേശികന്മാരോടും ഭൃത്യാമാത്തികളോടും വേഗമോടയോധ്യയ്ക്കന്മാറങ്ങുതിരിച്ചപ്പോൾ ആകാശദേശേ വിമാനങ്ങളും നിറഞ്ഞുതേ സന്നാഹത്തോടു നടന്നിടുമ്പോൾ ജനകനും പിന്നാലെ ചെന്നു യാത്രയച്ചോരനന്തരം. വെൺകൊറ്റക്കുടതഴവൻ ചാമരങ്ങളോടും തിങ്കൾ മണ്ഡലം തൊഴുമാലവട്ടങ്ങളോടും ചെങ്കൊടിക്കൂറകൾ കൊണ്ടങ്കിതധ്വജങ്ങളും കുങ്കുമമലയജ കസ്തൂരി ഗന്ധത്തോടും നടന്നു വിരവോടു 3 യോജന വഴി കടന്ന നേരം കണ്ടു ദുർനിമിത്തങ്ങളെല്ലാം. അന്നേരം വസിഷ്ഠനെ വന്ദിച്ചു ദശരഥൻ. ദുർനിമിത്തങ്ങളുടെ കാരണം ചൊല്ലുകെന്നാൻ. മന്നവ കുറഞ്ഞോരു ഭീതിയുണ്ടാകുമിപ്പോൾ, പിന്നീട് അഭയവുമുണ്ടാമെന്നറിഞ്ഞാലും ഏതുമേ പേടിക്കേണ്ട, നല്ലതേ വന്നുകൂടൂ. ഖേദവും ഉണ്ടാകേണ്ട, കീർത്തിയും വർദ്ധിച്ചിടും. ഇത്തരം വിധിസുതൻ അരുളി ചെയ്യുന്നേരം പദ്ധതി മധ്യേ കാണായി വന്നു ഭാർഗവനെയും നിലനേരത നിഭനിർമ്മല വർണ്ണത്തോടും നിലലോഹിത ശിഷ്യൻ ബടവാനലസമൻ വൃദ്ധനായി ബാണാസനങ്ങളും പൂണ്ടു പദ്ധതി മധ്യേ വന്നു നിന്നപ്പോൾ ദശരഥൻ ബദ്ധസാധ്വസം വീണു നമസ്കാരവും ചെയ്താൻ. ബുദ്ധിയും കെട്ടു നിന്നു മറ്റുള്ള ജനങ്ങളും. ആർത്തനായി പന്തിരഥൻ ഭാർഗവരാമൻ തന്നെ പേർത്തു വന്ദിച്ചു ഭക്ത്യാ കീർത്തിച്ചാൻ പലതരം. കാർത്തവീര്യരേ പരിത്രാഹി മം തപോനിധേ, മാർത്താണ്ഡകുലം പരിത്രാഹി കാരുണ്യാംബുധേ, ക്ഷത്രിയാന്തക പരിത്രാഹി മം ജമദഗ്നിപുത്ര, മാം പരിത്രാഹി രേണുകാത്മജ വിഭോ. പരശുപാണേ പരിപാലയ കുലം മമ പരമേശ്വര പ്രിയ പരിപാലയ നിത്യം. പാർത്ഥിവ സമുദായ രക്തതീർത്ഥത്തിൽ കുളിച്ചാത്തയാ പിതൃഗണതർപ്പണം ചെയ്ത നാഥ, കാത്തുകൊള്ളുക തപോവാരിധേ ഭഗവതേ കാൽത്തളിരിണ തവ ശരണം മമ വിഭോ. ഇത്തരം
ദശരഥൻ ചൊന്നതാതറിയാതെ ബദ്ധരോഷേണ വന്യജ്വാല പൊങ്ങിയിടും വണ്ണു വക്രവും മധ്യാന്യർക്കമണ്ഡലം പോലെ ദീപ്യ സത്വരം ശ്രീരാമനോടരുളി ചെയ്തിടിനാൻ. ഞാനൊഴിഞ്ഞുണ്ടോ രാമനിത്ര ഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലോ നില്ലരക്ഷണമെന്നോടു യുദ്ധം ചെയ്വൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ നീയല്ലോ ബലൽ ശൈവചാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ചാപം വൈഷ്ണവം മഹാസാരം ക്ഷത്രിയ കുലജാതനാകിൽ നീ ഇതുകൊണ്ടു സത്വരം പ്രയോഗിക്കിൽ നിന്നോടു യുദ്ധം ചെയ്വൻ കൊല്ലാകിൽ കൂട്ടത്തോടെ സംഹരിച്ചിടുന്നതുണ്ട് ഇല്ല സന്ദേഹമെനിക്കെന്നതോ ധരിച്ചാലോ ക്ഷത്രിയ കുലാന്തകൻ ഞാൻ എന്നതറിഞ്ഞില്ലേ ശത്രുത്വം നമ്മിൽ പണ്ടു പണ്ടേയുണ്ടെന്നോർക്ക നീ രേണുകാത്മജനേവം പറഞ്ഞോരനന്തരം ക്ഷോണിയും ഭാരമൊന്നു വിറച്ചു ഗിരികളും അന്ധകാരം കൊണ്ടൊക്കെ മറഞ്ഞു ദിക്കുകളും സിന്ധുവാരെയുമൊന്നു കലങ്ങി മറിഞ്ഞിതു എന്തൊന്നു വരുന്നതെന്നോർത്തു ദേവാദികളും ചിന്ത പൂണ്ടുഴന്നിതു താപസവരന്മാരും പട്ടിചന്ദനൻ ഭീതി കൊണ്ടുവേ പതുകൊണ്ടു സന്താപമുണ്ടായി വന്നു വിരിഞ്ചതനയനും മുഗ്ധഭാവവും പൂണ്ടു രാമനാം കുമാരനും ക്രുദ്ധനാം പരശുരാമനോടരുൾ ചെയ്തു ചൊല്ലെഴും മഹാനുഭാവന്മാരാം പ്രൗഢാത്മാക്കൾ വല്ലാതെ ബാലന്മാരോടിങ്ങനെ തുടങ്ങിയാൽ ആശ്രയം അവർക്കെന്തോന്നുള്ളതു തപോനിധേ സ്വാശ്രവ കുലധർമ്മമെങ്ങനെ പാലിക്കുന്നു നിന്തിരുവടി തിരുവുള്ളത്തിലേറുന്നതിനന്തരമുണ്ടോ പിന്നെ വരുന്നു നിരൂപിച്ചാൽ അന്ധനായിരിപ്പോരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും ക്ഷത്രിയ കുലത്തിങ്കൽ ഉത്ഭവിക്കയോ ചെയ്തേൻ ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യമില്ലല്ലോ താനും ശത്രുമിത്രോദാസീന ഭേദവും എനിക്കില്ല ശത്രു സംഹാരം ചെയ്വൻ ശക്തിയുമില്ലയല്ലോ അന്തകാന്തകൻ പോലും ലംഘിച്ചിടുന്നതല്ല നിന്തിരുവടിയുടെ ചിന്തിതമതുമൂലം വില്ലിങ് തന്നാലും ഞാനാകിലോ കുലച്ചിടാമല്ലെങ്കിൽ തിരുവുള്ളക്കേടുമുണ്ടാക വേണ്ട സുന്ദരൻ സുകുമാരൻ ഇന്ദിരാപതിരാമൻ കന്ദർപ്പകളേവരൻ കഞ്ചലോചനൻ പരൻ ചന്ദ്രചൂടാരവിന്ദമന്ദിരമഹേന്ദ്രാദി വൃന്ദാരകേന്ദ്രമുനി വൃന്ദവന്ദിതൻ ദേവൻ മന്ദാസവും പൂണ്ടു വന്ദിച്ചു മന്ദേതരം നന്ദിച്ചു ദശരഥനന്ദനൻ വില്ലും വാങ്ങി നിന്നരുളുന്ന നേരമീരേഴു ലോകങ്ങളും ഒന്നിച്ചു നിറഞ്ഞൊരു തേജസ്സു കാണായി വന്നു കുലച്ചു വാണകമേഘമെടുത്തു തൊടുത്താശു വലിച്ചു നിറച്ചുടൽ നിന്നി ദുരിതശ്രമം ചോദിച്ചു ഭൃഗുപതി തന്നോടു രഘുപതി മോദത്തോടരുതി ചെയ്തിടണം ദയാനിധേ മാർഗണം നിഷ്ഫലമായി വരികയില്ല മമ ഭാർഗവരാമ ലക്ഷ്യം കാട്ടിത്തന്നിട വേണോ ശ്രീരാമവചനം കേട്ട നേരം
ഭാർഗവനുമാരൂഢാനന്ദമതിനുത്തരമരുൾ ചെയ്തു. ശ്രീരാമ രാമ മഹാബാഹോ ജനകീ ജാനകീപതേ. ശ്രീരമണാത്മാ രാമ ലോകാഭിരാമ രാമ. ശ്രീരാമ സീതാഭിരാമാനന്ദാത്മകാ വിഷ്ണു. ശ്രീരാമ രമാരമണ രഘുപതേ. ശ്രീരാമ രാമ പുരുഷോത്തമാദയാനിധേ. ശ്രീരാമ സൃഷ്ടിസ്ഥിതി പ്രളയ ഹേതുമൂർത്തേ. ശ്രീരാമ ദശരഥനന്ദന ഋഷികേശ. ശ്രീരാമ രാമ കൗസല്യാത്മജ ഹരേ. എങ്കിലോ പുരാവൃത്തം കേട്ടുകൊണ്ടാലും മമ പങ്കജ വിലോചന കാരുണ്യവാരാനിധി. ചക്രതീർത്ഥത്തിങ്കൽ ചെന്നെത്രയും ബാല്യകാലേ ചക്രപാണിയെ തന്നെ തപസ്സു ചെയ്തേ ചിരം. ഉഗ്രമാം തപസ്സുകൊണ്ടിന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ചനുദിനം സേവിച്ചേൻ ഭഗവാനെ. വിഷ്ണു കൈവല്യമൂർത്തി ഭഗവാൻ നാരായണ. ജിഷ്ണു സേവിതൻ ഭജനീയനീശ്വരൻ നാഥൻ മാധവൻ പ്രസാദിച്ചോമൽ പുരോഭാഗേ വന്നു സാദരം പ്രത്യക്ഷനായരുളി ചെയ്തിടിനാൻ. ഉത്തിഷ്ടോത്തിഷ്ട ബ്രഹ്മൻ തുഷ്ടോഹം തപസാതെ. സിദ്ധിച്ചു സേവാഫലം നിനക്കെന്നറിഞ്ഞാലും മത്തേജോയുക്തൻ ഭവാനെന്നതുമറിഞ്ഞാലും കർത്തവ്യം പലതുണ്ടു ഭവതാ ഭൃഗുപതേ. കൊല്ലണം പിതൃഹന്താവാകിയ ഹേയനെ ചൊല്ലഴും കാർത്തവീര്യാർജുന നൃപേന്ദ്രനെ. വല്ല ജാതിയുമവൻ മൽക്കലാം സജനല്ലോ. വല്ലഭം ധനുർവേദത്തിനവനേറുമല്ലോ. ക്ഷത്രിയ വംശം 21 വരെ വൃത്തയുദ്ധേ നിഗ്രഹിച്ചു കശ്യപനു ദാനം ചെയ്യുക പൃഥ്വീമണ്ഡലമൊക്കെ. പിന്നെ ശാന്തിയെ പ്രാപിച്ചുത്തമമായ തപോനിഷ്ഠയാ വസിച്ചാലും. പിന്നെ ഞാൻ ത്രേതായുഗേ ഭൂമിയിൽ ദശരഥൻ തന്നെ തനയനായി വന്നവതരിച്ചിടും. അന്നു കണ്ടിടാൻ തമ്മിൽ എന്നാൽ എന്നുടെ തേജസ്സന്യൂന്യം ദാശരഥി തന്നിലാക്കിയിടുക നീ. പിന്നെയും തപസ്സു ചെയ്ത ബ്രഹ്മപ്രളയാന്തമെന്നെ സേവിച്ചു വസിച്ചിടുക മഹാമുനേ. എന്നരുൾ ചെയ്തു മറഞ്ഞിടിനാൻ നാരായണൻ. തന്നിയോഗങ്ങളെല്ലാം ചെയ്തു ഞാനും നാഥാം. തന്തിരുവടി തന്നെ വന്നവതരിച്ചൊരു ഭക്തി ചിന്തനസുതനല്ലോ നീ ജഗൽപദേ. എങ്കിലുള്ളൊരു മഹാവൈഷ്ണവ തേജസ്സെല്ലാം നിങ്കലാക്കിയിടുവാനായി തന്നിതു ശരാസനം. ബ്രഹ്മാതിദേവകളാൽ പ്രാർത്ഥിക്കപ്പെട്ടുള്ളൊരു ധർമ്മങ്ങൾ മായാബലം കൊണ്ടു സാധിപ്പിക്ക നീ. സാക്ഷാൽ ശ്രീനാരായണൻ താനല്ലോ ഭവൻ. ജഗൻ സാക്ഷിയായിടും വിഷ്ണു ഭഗവാൻ ജഗന്മയൽ. ഇന്നിപ്പോൾ സഫലമായി വന്നിതു മമ ജന്മം. ഉന്നം ചെയ്തൊരു തപസാഫല്യമെല്ലാം വന്നു. ബ്രഹ്മമുഖ്യന്മാരാലും കണ്ടുകിട്ടിയിടാതൊരു നിർമ്മലമായ രൂപം കാണായി വന്നതുമൂലം ധന്യനായി കൃതാർത്ഥനായി സ്വസ്ഥനായി വന്നേനല്ലോ
നിന്നുടെ രൂപമുള്ളിൽ സന്തതം വസിക്കേണം. അജ്ഞാനോത്ഭവങ്ങളിൽ ജന്മാതിഷഡ്ഭാവങ്ങൾ സുജ്ഞാനസ്വരൂപനാം നിങ്കലില്ലല്ലോ പോറ്റിയേ. നിർവികാരാത്മാ പരിപൂർണനായിരിപ്പോരു നിർവാണപ്രദനല്ലോ നിന്തിരുവടി പാർത്താൻ. വന്നിയിൽ ധൂമം പോലെ വാരിയിൽ നുര പോലെ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം. യാവൽ പര്യന്തം മായാ സംവൃതം ലോകമോർത്താൽ താവൽ പര്യന്തമറിയാവൽ ഭാനുഭവത്തത്വം. സത്സംഗം കൊണ്ടു ലഭിച്ചിടിന ഭക്തിയോടും തൊൽസേവാരതന്മാരം മാനുഷർ മെല്ലെ മെല്ലെ തൊന്മായാരചിതമാം സംസാര പാരാവാരം തന്മറുകരയേറിടുന്നതു കാലം കൊണ്ടേ തൊൽജ്ഞാനപരന്മാരാം മനുഷ്യജന്മങ്ങൾക്കുള്ള അജ്ഞാനം നീക്കുവോരു സദ്ഗുരു ലഭിച്ചിടും. സദ്ഗുരുവങ്കൽ നിൻപോടും അജ്ഞാനമുൾക്കാമ്പിലുദിച്ചിടും തൊൽപ്രസാദത്താലപ്പോൾ. കർമ്മബന്ധത്തിങ്കൽ നിന്നാശു വേർപെട്ടു ഭവചിന്മയ പദത്തിങ്കലാകന്തലയിച്ചിടും തൊൽഭക്തി വിഹീനന്മാരായുള്ള ജനങ്ങൾക്കോ കൽപകോടികൾ കൊണ്ടു സിദ്ധിക്കയില്ലയല്ലോ. വിജ്ഞാനജ്ഞാന സുഖം മോക്ഷമെന്നറിഞ്ഞാലും അജ്ഞാനം നീക്കി തുൽബോധം മമ സിദ്ധിക്കേണം. ആകെയ തൊൽപാദ പത്മങ്ങളിൽ സദാകാലമാകുലം കൂടാതൊരു ഭക്തി സംഭവിക്കണം. നമസ്തേ ജഗൽപദേ നമസ്തേ രാമപദേ നമസ്തേ ദാശരഥേ നമസ്തേ സദാംബദേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യപദേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമഭദ്ര സന്തതം നമോസ്തുതേ ഭഗവൻ നമോസ്തുതേ ചിന്തയേ ഭവച്ചരണാംബുജം നമോസ്തുതേ. സംഗതിക്കായിട്ടെന്ന സഞ്ചിതമായ പുണ്യമൊക്കെ നിമ്പാണത്തിനു ലക്ഷ്യമായി ഭവിക്കണം എന്നതു കേട്ടു തെളിഞ്ഞ നേരം ജഗന്നാഥൻ മന്ദഹാസവും ചെയ്തു ഭാർഗവനോടു ചൊന്നാൽ. സന്തോഷം പ്രാപിച്ചേൻ ഞാൻ നിന്തിരുവടിയുള്ളിൽ എന്തൊന്നു ചിന്തിച്ചതെന്നാൽ അവയെല്ലാം തന്നെ പ്രീതി കൈക്കൊണ്ടു ജമദഗ്നിപുത്രനും അപ്പോൾ സാദരം ദശരഥപുത്രനോടരുൾ ചെയ്തു. ഏതാനും അനുഗ്രഹമുണ്ടെന്നെ കുറിച്ചെങ്കിൽ പാദഭക്തന്മാരിലും പാദപത്മങ്ങളിലും ചേതസി സദാകാലം ഭക്തി സംഭവിക്കേണം. അഥവാ രഘുപതേ രാമ കാരുണ്യാംബുധേ. സ്തോത്രം മയാ കൃതം ജപിച്ചിടുന്ന പുമാൻ ഭക്തനായി തത്വജ്ഞനായിടേണം വിശേഷിച്ചും. മൃത്യു വന്നടുക്കുമ്പോൾ തൊൽപാദാംബുജഗതി ചിത്തേ സംഭവിപ്പതിനായി അനുഗ്രഹിക്കണം. അങ്ങനെ തന്നെയെന്നു രാഘവൻ നിയോഗത്താൽ തിങ്ങിന ഭക്തി പൂണ്ടു വേണുകാതനയനും സാദരം പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി പ്രീതനായി ചെന്നു മഹേന്ദ്രാചലം പുക്കിടിനാൽ.
ഭൂപതി ദശരഥൻ താനതി സന്തുഷ്ടനായി താപവുമകന്നുതൻ പുത്രനാം രാമൻ തന്നെ ഗാഠമായാശ്ലേഷം ചെയ്താനന്ദ ശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധിനന്ദനോടും കൂടി പുത്രന്മാരോടും പടയോടും ചെന്നയോധ്യയിൽ സ്വസ്ഥമാനസനായി വാണിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിടിനാരെല്ലാവരും. വൈകുണ്ഠപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ഠൻ വാഴും പോലെ രാഘവൻ സീതയോടും ആനന്ദമൂർത്തിമായ മാനുഷവേഷം കൈക്കൊണ്ടാനന്ദം പൂണ്ടു വസിച്ചിടിനാനുദിനം കേകയനരാധിപനാകിയ യുധാജിത്തം കൈകേയനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവന ദൂതനയച്ചതു കണ്ടൊരു ദശരഥൻ സോദരനായി വീടും ശത്രുഘ്നനോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാനാദരവോടു നടന്നീടിനാരവർകളും. മധുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾക്കൊണ്ടു വസിച്ചിടിനാരതുകാലം. മൈഥിലിയോടും നിജനന്ദനോടും ചേർന്നു കൗസല്യാദേവിതാനും പരമാനന്ദം പൂണ്ട രാമലക്ഷ്മണന്മാരാം പുത്രന്മാരോടും നിജമാമിനിമാരോടുമാനന്ദിച്ചു ദശരഥൻ. സാകേതപുരി തന്നിൽ സുഖിച്ചു വാണിടിന പാകശാസനമരാലയേ വാഴും പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യാകൃതി പൂണ്ടു തന്നുടെ ദേവിയാകിയ സീതയോടു ഒന്നിച്ചു വാണാനയോധ്യാപുരി തന്നിലന്നേ. ഇത്യധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ ബാലകാണ്ഡം സമാപ്തം. മൂന്നാം ദിവസം നമ്മൾ പാരായണം ചെയ്തതിൻ്റെ കഥ ലഘു ആയിട്ടാണ് നമ്മളിവിടെ വിസ്തരിക്കുന്നത്. ശ്രീരാമപാദസ്പർശത്താൽ അഹല്യാദേവി മോക്ഷം കൈവരിച്ചു. അങ്ങനെ ശ്രീരാമൻ വനത്തിലേക്ക് വന്നിട്ടുള്ളതായിരിക്കുന്ന ആ ഉദ്യമങ്ങൾ ഏതാണ്ടെല്ലാം പൂർത്തിയായി. അപ്പോൾ വിശ്വാമിത്ര മഹർഷി ശ്രീരാമ ലക്ഷ്മണന്മാരോട് പറയുകയാണ്, ഇനി നമ്മൾ ഒട്ടും വൈകണ്ട, നമുക്ക് അയോധ്യയിലേക്ക് പോവാം. പോകുന്ന വഴിക്ക് നമുക്ക് മിഥിലാപുരിയിലൊന്ന് കയറാം. മിഥിലാപുരിയിൽ ഒരു യാഗം നടക്കുന്നുണ്ട്. ആ യാഗം ദർശിച്ച് അവിടെ വിശേഷപ്രദമായിട്ടുള്ള ഒരു ചാപമുണ്ട്. ആ ചാപമൊക്കെ ദർശിച്ച് നമുക്ക് എത്രയും പെട്ടെന്ന് അയോധ്യയിലേക്ക് പോവാം എന്ന് ശ്രീരാമ ലക്ഷ്മണന്മാരോട് പറയുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ആയിക്കോട്ടെ പോവാം. അങ്ങനെ അവർ യാത്രയായി. അങ്ങനെ ഏറെ ദൂരം സഞ്ചരിച്ചു മിഥിലാപുരിയിലേക്ക് എത്തുകയാണ്. ആരാ വരുന്നത്? വിശ്വാമിത്ര മഹർഷിയും അതേപോലെ കൂടെ രണ്ട് ഋഷി വേഷത്തിലുള്ളതായിരിക്കുന്ന രണ്ട് യുവാക്കളുണ്ട്. ജനക മഹാരാജാവ് മഹർഷിയെ കണ്ട് വലിയ ഭക്തി പുരസ്സരം അദ്ദേഹത്തെ സ്വീകരിച്ചു. ആചാരമര്യാദകളെല്ലാം നടത്തി. അപ്പോൾ വിശ്വാമിത്ര മഹർഷി രണ്ടുപേരെയും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ജനക മഹാരാജാവിന്.
ഇത് ശ്രീരാമനാണ്. ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത മകനാണ്. മറ്റേയാള് ലക്ഷ്മണകുമാരനാണ്. അദ്ദേഹം മൂന്നാമത്തെ പുത്രനാണ്. ഞാൻ കാട്ടില് അമാവാസ്യ തോറും നടത്തുന്ന യാഗമുണ്ടല്ലോ, പിതൃദേവകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്, അത് രാക്ഷസന്മാർ വല്ലാതെ ബുദ്ധിമുട്ടിച്ചപ്പോൾ അവരൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പോൾ ഘോരമായ താടകാവനത്തിൽ താടകയെ ശ്രീരാമൻ അമ്പെയ്തു ഇല്ലാതാക്കി വധിച്ചു. അതേപോലെ യാഗമൊക്കെ വളരെ ഭംഗിയായിട്ട് നടന്നു. ധാരാളം രാക്ഷസന്മാരെ ഇല്ലാതാക്കി യാഗമൊക്കെ വളരെ ഭംഗിയായി നടന്നു. ഏറെക്കാലം ശാപമേറ്റ് ശിലയായി കിടന്നിരുന്ന അഹല്യ ദേവിയെ ശ്രീരാമൻ്റെ പാദസ്പർശ രേണുക്കളാൽ, പൊടികളാൽ, അതേറ്റിട്ടുള്ള ആ പൊടികൾ പതിഞ്ഞപ്പോൾ തന്നെ അഹല്യ മോക്ഷം പ്രാപിച്ചു. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അയോധ്യക്ക് യാത്രയാവുകയാണ്. ഞങ്ങൾ വന്നത് ഇവിടെ ഒരു വിശേഷപ്രദമായ ചാപമുണ്ടല്ലോ, ത്രയംബകം എന്ന് പറയുന്ന ഒരു ചാപം. അപ്പോൾ ആ ചാപം ഒന്ന് ദർശിച്ച് യാഗത്തിലൊന്ന് പങ്കുചേർന്ന് പോവുകയാണ്. അപ്പോൾ ജനക മഹാരാജാവിന് വലിയ സന്തോഷമായി. കാരണം വന്നത് നിസാരക്കാരല്ല, കുമാരന്മാർ അതീവ ചൈതന്യമുള്ളവരാണ്. ഇവർ സൂര്യ തേജസ്സോട് കൂടിയുള്ള 1000 സൂര്യകിരണങ്ങളായിട്ടുള്ള ആ തേജസ് ശ്രീരാമനിൽ കണ്ടപ്പോൾ മഹാരാജാവിന് എന്തെന്നില്ലാത്ത ആഹ്ലാദമായി, ജനക മഹാരാജാവിന്. അപ്പം മിഥിലാപുരിയിൽ ഉത്സവം പോലെ നടക്കുകയാണ് കാര്യങ്ങളെല്ലാം ആയിട്ട്. ഇവർ ചെന്നപ്പോൾ തന്നെ വലിയ സന്തോഷമായി എല്ലാവർക്കും. അപ്പം മഹാരാജാവ് സേവകന്മാരെ വിളിച്ചു, എത്രയും പെട്ടെന്ന് ആ ഈശ്വരനുടെ ചാപം കൊണ്ടുവരിക. അപ്പോൾ ശൈവചാപമാണല്ലോ, അത് കൊണ്ടുവരിക ആജ്ഞാപിച്ചു. അത് ഇഷ്ടംപോലെ ആളുകൾ പോയി. 5000-ഓളം കിങ്കരന്മാർ, ചാപബാണകന്മാർ ഇങ്ങനെ കൊണ്ടുവരികയാണ്. ഇത് താങ്ങിപ്പെട്ടിച്ചിട്ട് ഭയങ്കര കനലേ, അതിമനോഹരമായിട്ടുള്ള പട്ടുകളെ കൊണ്ട്, വസ്ത്രങ്ങളെ കൊണ്ട് അലങ്കരിച്ചിട്ടുള്ള ചാപമാണ്. 1000-ഓളം മണികൾ ഇതിൻ്റെ മുകളിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ട്. ഇത്രയും മനോഹരമായിട്ടുള്ള തേജസ് ഉള്ളതായിരിക്കുന്ന, ഭയങ്കര ഭാരമുള്ളതായിരിക്കുന്ന 5000 കിങ്കരന്മാർ പേറിക്കൊണ്ടുവരുന്നതാണ്. അങ്ങനെ അവർ കൊണ്ടുവന്നു അവിടെ വെച്ചു. അപ്പോൾ ഈ ജനക മഹാരാജാവ് ഇത് കൊണ്ടുവന്നപ്പോൾ തന്നെ പറഞ്ഞു, എന്താ ഇത് കാണുക മാത്രമല്ല, ഈ ചാപം കുലച്ചു കഴിഞ്ഞാൽ, കുലക്കുകയും ചെയ്യാം. ഈ ചാപം കുലച്ചു കഴിഞ്ഞാൽ എൻ്റെ നന്ദനയ്ക്ക്, എൻ്റെ മകൾക്ക്, മമ നന്ദനയ്ക്ക് ഇദ്ദേഹം പ്രിയതമനാവും. ഞാൻ എൻ്റെ മകളെ ഇദ്ദേഹത്തിന് കൊടുക്കും. കാരണം അങ്ങനെയാണല്ലോ, ഈ ചാപം, ശൈവചാപം ആരാണോ കുലയ്ക്കുന്നത് അവർക്ക് എൻ്റെ മകളെ കൊടുക്കുന്നതാണല്ലോ ജനക മഹാരാജാവ് വിളംബരം ചെയ്തിട്ടുള്ളത്. ഏതായിരുന്നാലും ശ്രീരാമദേവൻ നന്നായിട്ട് ആ വില്ലൊന്ന് നോക്കി, ബഹുമാന പുരസരം അത് നോക്കിക്കണ്ടു, ഭഗവാനെ സ്മരിച്ചു, ശിവനെ സ്തുതിച്ചു. നന്നായിട്ട് മനസ്സിൽ ഭഗവാനെ സ്മരിച്ച് സ്തുതിച്ചു. എന്നിട്ട് വിശ്വാമിത്ര മഹർഷിയോട് ചോദിച്ചു, ഇത് എടുക്കട്ടെ എന്ന് ചോദിച്ചു. നിന്നാലാവുന്നതെല്ലാം ചെയ്യാം, എല്ലാം ഈശ്വര കൽപ്പിതം. എന്താണോ ഭഗവാൻ ഇച്ഛിച്ചത് അതേ നടക്കുള്ളൂ. അതിനെക്കൊണ്ട് നിന്നെ കൊണ്ടാവുന്നത് എന്താ വെച്ചാൽ ചെയ്തോളൂ എന്ന് ആര് പറഞ്ഞു? വിശ്വാമിത്ര മഹർഷി പറഞ്ഞു. ആ വില്ലൊക്കെ നമസ്കരിച്ച ശേഷം ശ്രീരാമദേവൻ തൻ്റെ തൃക്കൈകളാൽ ആ വില്ല് എടുത്തു. വളരെ നിസ്സാരമായിട്ട് അതെടുത്ത് കുലച്ചപ്പോഴേക്കും എന്തായി? ഇത് 2 കഷ്ണമായിപ്പോയി. ഇത് പൊട്ടി മുറിഞ്ഞു വീണു പോയല്ലോ, 2 കഷ്ണമായിപ്പോയി.
ഇത് പൊട്ടുന്ന ശബ്ദം 7 ലോകങ്ങളിലും അങ്ങോട്ട് പ്രവേശിക്കുകയാണ്. അതിൻ്റെ ശബ്ദം കേട്ട് 7 ലോകങ്ങളൊന്ന് കുലുങ്ങി വിറച്ചു. 14 ലോകവും. അപ്പോ രാജാക്കന്മാരെല്ലാം ഉരകങ്ങളെ പോലെ ഭയന്നു വിറച്ചു. മിഥിലാപുരി ഒന്നായിട്ട് ആഹ്ലാദം നിർത്താണ്. എന്താ അത് സംഭവം? ഇത് കുലച്ച് കഴിഞ്ഞാൽ തന്നെ സീതാദേവിന്റെ വിവാഹല്ലേ. അപ്പോൾ മിഥിലാപുരിയിൽ ജനങ്ങളൊക്കെ ആർത്ത് തിമിരിക്കുക, പാട്ടും മാട്ടും കൂട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ ആഹ്ലാദിച്ച്. ജനക മഹാരാജാവിന്റെ സന്തോഷമൊന്നും പറയണ്ട. വിശ്വാമിത്ര മഹർഷിക്ക് അതിനേക്കാളും സന്തോഷം. എല്ലാവർക്കും ആനന്ദം. സീതാദേവിയാണെങ്കിൽ മയിൽപ്പയുടെ പോലെ ഒരു സന്തോഷത്തോടു കൂടിയിട്ട് വളരെ ആനന്ദത്തോടു കൂടി അവർ ഇരിക്കുന്നു. ഏതായിരുന്നാലും ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നല്ലോ. ഇനിയിപ്പോൾ എന്താ പരിപാടി? ജനക മഹാരാജാവ് വിശ്വാമിത്ര മഹർഷിയോട് പറഞ്ഞു, ഇനിയിപ്പോൾ വൈകിച്ചൂടാ, നമുക്ക് എന്താ ദശരഥ മഹാരാജാവിന് വിവരം അറിയിക്കട്ടെ. അപ്പം എന്നാ നമുക്ക് സന്ദേശം അയക്കാം. ഉടനെ തന്നെ സന്ദേശം തയ്യാറാക്കി. വിശ്വാമിത്ര മഹർഷിയുടെ വകയും അതേപോലെ തന്നെ ജനക മഹാരാജാവിൻ്റെ വകയിലുള്ള 2 സന്ദേശങ്ങളൊക്കെ തയ്യാറാക്കി. അതിൽ ഒപ്പൊക്കെ വെച്ച് രണ്ടാളും ഒപ്പൊക്കെ വെച്ച് കാര്യകാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇന്നെന്ന കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു സന്ദേശം എഴുതി തയ്യാറാക്കി. അങ്ങനെ ദൂതന്മാരുടെ കൈവശം കൊടുത്തയക്കാണ്. ഇവർ അതുമായി വളരെ പെട്ടെന്ന് തന്നെ അയോധ്യയ്ക്ക് പോയി. അയോധ്യയിലെത്തി ഈ ദൂതന്മാർ സന്ദേശം കൊണ്ടുവന്ന് ദശരഥ മഹാരാജാവ് ഇത് വായിച്ചു. എന്താ സന്തോഷം പറയണോ? ഒന്നാമത് ശ്രീരാമനെയും ലക്ഷ്മണനെയും കാണാണ്ട് ദിവസങ്ങളായി, ഒരുപാട് ദിവസമായി കാണാതെ. അപ്പോഴാണ് ഏറെ സന്തോഷം നൽകുന്ന ഒരു നല്ല മെസ്സേജ് വന്നത്. ഉടനെ അത് വായിച്ച് സന്തോഷമായി. ചതുരംഗപ്പടയും തൻ്റെ ഭാര്യമാരെയെല്ലാം കൂട്ടി 3 പേരുണ്ടല്ലോ, കൈകേയും സുമിത്രയും അതേപോലെ തന്നെ കൗസല്യാദേവിയും. അപ്പം 3 പേരെയും കൂട്ടി ചതുരംഗപ്പടയോടൊപ്പം വളരെ ഉത്സവ ആഘോഷത്തോടു കൂടി പിന്നെ വരികയാണ്. വിവാഹ ഉത്സവല്ലേ, മംഗല്യ മഹോത്സവം. ചണ്ടയും വാദ്യവും മേളങ്ങളും ചതുരംഗപ്പടയും ഇങ്ങനെ പാട്ടും ആട്ടവും കൂത്തും ഒക്കെ ആയിട്ട് അങ്ങനെ ഗംഭീരമായിട്ട് മിഥിലാപുരിയിലെത്തി. ജനക മഹാരാജാവ് ഇദ്ദേഹത്തെ സ്വീകരിച്ചു. ഇവരെല്ലാവരെയും സ്വീകരിച്ചു, ഇരുത്തി. പിന്നെ നമ്മൾ സാധാരണ സൽക്കാരം ഒക്കെ ഉള്ളതുപോലെ വന്നു കഴിഞ്ഞാൽ ഒരു സൽക്കാരമൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചെയ്തു കൊടുത്തു. അങ്ങനെ പിന്നെ സ്വകാര്യം. അപ്പോൾ സ്വകാര്യം പറയാനുണ്ട്. എന്താ പറയാനുള്ളത്? എന്നാ പറഞ്ഞോളൂ. അപ്പോൾ ജനക മഹാരാജാവ് ദശരഥ മഹാരാജാവിനെ ലേശം അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു, അങ്ങ് അവിടെ എനിക്കൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. എന്താ പറഞ്ഞോളൂ. എനിക്ക് 4 പുത്രിമാരുണ്ട്. ഓഹോ, ആയിക്കോട്ടെ, പിന്നെന്താ? അതിൽ മൂത്ത മകളാണ് സീതാദേവി. ഓ അപ്പോൾ സീതാദേവിയെ ശ്രീരാമന് വിവാഹം കഴിക്കാന്നുള്ളതാണല്ലോ തീരുമാനം. അങ്ങനെയാണല്ലോ പന്തയത്തിൽ വന്നത്. വിളംബരം ചെയ്തിട്ട് ആവാം, ശരി ആവാം. എന്താ? അത് കൂടാതെ എനിക്ക് ഊർമിള, ശ്രുതകീർത്തി, മാണ്ഡവി ഇങ്ങനെ 3 പുത്രിമാർ വേറെയുണ്ട്. അങ്ങനെയുണ്ടാ? അപ്പോൾ ഇവരെ 3 അങ്ങയ്ക്ക് 4 പുത്രന്മാരുണ്ടല്ലോ. അപ്പോൾ ഇവരെയൊക്കെ അങ്ങയുടെ പുത്രന്മാർക്ക്. അത് കേട്ടപ്പോൾ ദശരഥ മഹാരാജാവിന് അതിനേക്കാളും സന്തോഷമായി. എന്താ? 4 മക്കൾക്കും വിവാഹം നടക്കുകയല്ലേ, വേറെയും പോകുമെന്ന് പെണ്ണന്വേഷിച്ച് പോകുമെന്ന് വേണ്ടല്ലോ. അപ്പോൾ വളരെ സന്തോഷമായി. ശരി, അങ്ങനെ ആവാം. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യോത്സ്യരെ വിളിക്കാം. അങ്ങനെ വസിഷ്ഠ മഹർഷി ഇവരെ കൂടെ ഉണ്ടല്ലോ. അവിടുന്ന് വരുന്ന സമയത്ത് വസിഷ്ഠ മഹർഷി ഉണ്ട്. നല്ല ജ്യോതിഷിയാണ്, നല്ല പണ്ഡിതനാണ്, ജ്യോതിഷിയാണ്. അപ്പോൾ ആ ജ്യോതിഷി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നല്ല കാലവും മുഹൂർത്തവും എല്ലാം കുറിച്ചു. അങ്ങനെ വിവാഹ ആരംഭ മഹോത്സവമായി. മണ്ഡപങ്ങളെല്ലാം തയ്യാറായി. അങ്ങനെ ശ്രീരാമൻ സീതാദേവിയെ
താലി കെട്ടുന്ന ഒരു മുഹൂർത്തം, ഭരതൻ ശ്രുതകീർത്തിയെ താലി കെട്ടുന്ന മറ്റൊരു മുഹൂർത്തം, ലക്ഷ്മണൻ ഉർമിളയെ വേട്ടുന്ന മറ്റൊരു മുഹൂർത്തം, മാണ്ഡവിയെ ശത്രുഘ്നൻ താലി കെട്ടുന്ന മറ്റൊരു മുഹൂർത്തം. ഇങ്ങനെ 4 പേരും വിവാഹം നടന്നു. വളരെ സന്തോഷമായി, ആനന്ദത്തോടു കൂടി ഇവരങ്ങനെ അവിടെ സമയങ്ങളൊക്കെ ചെലവഴിച്ചു. ഒരു പരിധി സമയം കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ വിവാഹം കഴിഞ്ഞാൽ തിരിച്ചു പോവുമല്ലോ. അങ്ങനെ സൽക്കാരങ്ങളും മറ്റുള്ളതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ്. എല്ലാ ആഘോഷങ്ങളും ഉണ്ട്, ആട്ടവും പാട്ടവും നൃത്തവും പീപ്പി വിളിയും എല്ലാം ഉണ്ട്. ആനയും കുതിരയും ഇവർ ജനക മഹാരാജാവ് ധാരാളം കൊടുത്തിരിക്കുന്നു. ഉള്ളതിനനുസരിച്ച് കൊടുക്കാമല്ലോ. നമ്മൾ അംബാനീൻ്റെ ഒക്കെ മക്കളെ വിവാഹം കഴിഞ്ഞതിനേക്കാളും ഗംഭീരമായിരുന്നു അവരുടെ വിവാഹം, അതിഗംഭീരമായിരുന്നു. കഴിഞ്ഞ് ധാരാളം വേണ്ടതൊക്കെ കൊടുത്തിട്ടാണ് പറഞ്ഞയച്ചത്. അങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ആഘോഷമായിട്ട് വരുന്ന വഴിയിൽ ചില ദുർനിമിത്തങ്ങൾ കാണാനിടയായി. അപ്പോൾ ദശരഥ മഹാരാജാവിന് പ്രയാസമായി. അപ്പോൾ വസിഷ്ഠ മഹർഷിയോട്, ജ്യോത്സ്യരാണല്ലോ, അപ്പോൾ ജ്യോത്സ്യരോട് ചോദിക്കുകയാണ്, അല്ല എന്താ ഈ ദുർനിമിത്തത്തിന് കാരണം? എനിക്ക് ഭയമാവുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഭയപ്പെടുന്നു വേണ്ട, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷെ പിന്നീട് അത് ഏറ്റവും നല്ലതിനായി മാറും. അങ്ങനെ കുറച്ച് അങ്ങോട്ട് നടന്ന സമയത്ത് പദ്ധതി മധ്യേ കാണായി വന്നു. എന്നുവെച്ചാൽ വഴിമധ്യത്തിൽ കാണുകയാണ് ഒരു ക്രുദ്ധനായിട്ടുള്ള ഒരാൾ ചാപമൊക്കെ എടുത്തിട്ട് വില്ലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ വഴി തടഞ്ഞിട്ട് മാർഗമധ്യേ ഇയാൾ നിൽക്കുക. ഇയാളെ കാണുമ്പോൾ തന്നെ ഭയവും, അത്രയും ക്രോധത്തിലാണ്. അല്ല, ഇത്രയും സന്തോഷമുള്ളൊരു കാര്യം നടന്നു പോകുമ്പോൾ എന്തിനാ അങ്ങനെ വഴിയിൽ നിങ്ങൾ ക്രുദ്ധനായിട്ട് നിൽക്കേണ്ട ഒരു ആവശ്യം? അപ്പോൾ സംഗതി ഇയാൾ ചില്ലറക്കാരനല്ല എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ വസിഷ്ഠ മഹർഷി പറഞ്ഞു, ഇത് പരശുരാമനാണ്, ക്രുദ്ധതയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വല്ലാത്ത വിഷമായി. ദശരഥ മഹാരാജാവ് വളരെ സങ്കടത്തോടുകൂടി ഭയത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങൾ ഒന്ന് മാർഗം വഴിയൊന്ന് മാറിത്തരണം, ഞങ്ങൾക്ക് പോകണം, മകൻ്റെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് വരികയാണ് മക്കളെ. അപ്പം പരശുരാമൻ ഇദ്ദേഹത്തോട് ഒരു സംസാരവുമില്ല. ശ്രീരാമനോട് ആണ് ചോദ്യം. നീ വലിയ വില്ലിൽ ബിരുദനാണല്ലോ, ഗംഭീരനാണല്ലോ, വില്ലൊക്കെ കൊലച്ചിട്ട് വരികയല്ലേ, ഗംഭീരനാണല്ലോ, നീ ശക്തനല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിലുണ്ട് ഒരു ചാപം, നീ വൈഷ്ണവ ചാപം അല്ല ശൈവചാപം ഖണ്ഡിച്ചിട്ടാണല്ലോ വരുന്നത്, നീ ശൈവചാപം ഖണ്ഡിച്ചിട്ടാണല്ലോ വരുന്നത്, അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു വൈഷ്ണവ ചാപമുണ്ട്, അതൊന്ന് ഖണ്ഡിച്ചൂടെ എന്ന് ചോദിച്ചു. ഈ പരശുരാമൻ ചില്ലറക്കാരനല്ലേലോ. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ ക്രോധം ചെറിയതല്ല. ജമദഗ്നി മഹർഷിയുടെ പുത്രനാണ് ഈ പരശുരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ഹേഹയ രാജ്യത്തുള്ള കൃതവീര്യൻ എന്ന് പറയുന്ന മഹാരാജാവിൻ്റെ ശക്തനായിട്ടുള്ളൊരു പുത്രനുണ്ടായിരുന്നു, കാർത്തവീര്യൻ എന്ന് പറയും. അദ്ദേഹം അപാര ശക്തിയുള്ള ആളാണ്. അപാര ശക്തി വെച്ചാൽ ഒരേ സമയം എല്ലാ ദിക്കിലേക്ക് യുദ്ധം ചെയ്യാൻ കഴിയുന്ന ആളാണ് ഈ കാർത്തവീര്യൻ. അപ്പോൾ ഒരു ദിവസം ഈ ജമദഗ്നി മഹർഷിയെ ക്രൂരമായിട്ട് അയാൾ ഉപദ്രവിച്ചു. ഇതറിഞ്ഞ ഈ പരശുരാമൻ കാർത്തവീര്യൻ്റെ 1000 കൈകളും അറത്തു നിഷ്ഠുരമായിട്ട് കൊലപ്പെടുത്തിക്കാണ് കാർത്തവീര്യനെ. എന്ന് മാത്രമല്ല, ഇദ്ദേഹം ക്ഷത്രിയ കുലത്തിലുള്ള ആളാണല്ലോ. ക്ഷത്രിയ കുലത്തിലുള്ള ഒട്ടുമിക്ക രാജാക്കന്മാരെയും അങ്ങോട്ട് കൊന്നുകളഞ്ഞു ഇവരൊറ്റ ക്രോധം കൊണ്ട്. എൻ്റെ അച്ഛനെ ഉപദ്രവിച്ചതായിരിക്കുന്ന ആളെ ആ കൂട്ടത്തിൽ ഇനി ഒരൊറ്റൊന്നിനും വെച്ചിക്കൂല എന്നുള്ള നിലയ്ക്ക് എല്ലാ ക്ഷത്രിയ കുല രാജാക്കന്മാരെയും കൊല ചെയ്ത് ആ രക്തത്തിൽ പിതൃകർമ്മം ചെയ്ത ആളാണ് ആര്? ഈ പരശുരാമൻ
എന്ന് പറയുന്ന ആള് മഹർഷി. അത്രയും ക്രുദ്ധന, ക്ഷത്രിയ കുല അന്തകൻ എന്നാണ് അദ്ദേഹത്തെ കൊണ്ട് പറയുക. അപ്പം ഇവരാണെങ്കിൽ നീ ക്ഷത്രിയ കുലത്തിലുള്ളതാണല്ലോ, അതാണ് നീ ഒരു ക്ഷത്രിയനാണല്ലോ, നീ ഭയങ്കര വീരശൂര പരാക്രമിയല്ലേ, എന്നാൽ എൻ്റെ കയ്യിലുള്ളതായിരിക്കുന്ന ഈ ചാപം ഒന്ന് കുലക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രീരാമൻ ചോദിച്ചു വളരെ ഭക്തിയോട് കൂടിയിട്ട്, അങ്ങ് എത്രയോ ശക്തനും അതേപോലെ തന്നെ പണ്ഡിതനുമാണ്. അങ്ങനെയുള്ള മഹാന്മാരായവർ ഞങ്ങളെപ്പോലെയുള്ള ഈ ചെറുബാലകന്മാരോട് ഇങ്ങനെ പെരുമാറാൻ പാടുണ്ടോ? അത് വലിയ ദോഷമല്ലേ? അങ്ങനെ പെരുമാറിയാൽ പിന്നെ ഞങ്ങൾ ആരോടാണ് ഞങ്ങളുടെ വിഷയങ്ങളൊക്കെ പറയുക? അങ്ങനെയല്ലേ, കുട്ടികൾ മുതിർന്നവരോടല്ലേ കാര്യങ്ങളൊക്കെ പറയുക. അപ്പം ഞങ്ങളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങളെ വിഷമമൊക്കെ ആരോട് പറയും എന്ന് ചോദിച്ചപ്പോൾ പകുതി ക്രോധം കുറഞ്ഞു പരശുരാമൻ്റെ. ശരി, നീ ഇത് കുലയ്ക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ തൊഴുതുകൊണ്ട് ചോദിച്ചു, വില്ലെടുക്കാമോ കുലയ്ക്കാമോ? ഞാനത് എടുക്കട്ടെ, കുലയ്ക്കട്ടെ. അങ്ങനെ വില്ല് വാങ്ങി. വില്ല് കുലയ്ക്കുമ്പോൾ പറഞ്ഞു, ഞാനത് കുലച്ചു കഴിഞ്ഞാൽ എൻ്റെ ലക്ഷ്യം നിഷ്ഫലമാവില്ല, അതുകൊണ്ട് ലക്ഷ്യം കാണിക്കണം അങ്ങ്. ലക്ഷ്യം കാണിച്ചു തരണമെന്ന് പറഞ്ഞു. അതിന് കുലച്ചപ്പോഴേക്ക് പരശുരാമൻ്റെ ഇത് മുഴുവൻ, ക്രോധം മുഴുവൻ പോയി എന്ന് മാത്രമല്ല, പരശുരാമൻ്റെ ശക്തി മുഴുവൻ ഈ ശ്രീരാമനിലേക്ക് ചേർന്നു വന്നു. അദ്ദേഹം ആലിംഗനം ചെയ്തു. കാരണം വൈഷ്ണവത്തിൻ്റെ 2 അവതാരങ്ങളിൽ ഈ ത്രേതായുഗത്തിൽ വരുന്ന ശ്രീരാമന് പരശുരാമനിലുള്ള ശക്തി മുഴുവൻ ലയിപ്പിക്കുക എന്നുള്ള ഒരാവശ്യത്തിൻ്റെ ഒരു ഘടകമായിരുന്നു ഈ പദ്ധതി മധ്യേയുള്ള ഈ പരശുരാമനും ശ്രീരാമനും തമ്മിലുള്ളതായിരിക്കുന്ന ദർശനം. അങ്ങനെ ആ ഭാഗമാണ് 3-ാം ദിവസത്തോടു കൂടിയിട്ട് പാരായണം ചെയ്ത് തീർക്കുന്നത്. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്ര ജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണ